guys, welcome back to my YouTube channel Techwithdude. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാലിയായ വിക്സിന്റെ ബോട്ടിലും മിനിയും മോട്ടറും യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു വാട്ടർ പമ്പ് ആക്കി എടുക്കാം എന്നാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതേപോലത്തെ ഒരു വിക്സിൻ്റെ ബോട്ടിലാണ്. ഇത് കാലിയായ ബോട്ടിലാണ്. ഞാനിപ്പം തുറന്ന് കാണിച്ചു തരാം. നല്ല രീതിക്ക് തന്നെ ക്ലീനൊക്കെ ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു DC മോട്ടറാണ്. DC മിനി മോട്ടറാണ്. ഇത് ഏകദേശം ഒരു 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന മോട്ടറാണ്. ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഈ ഒരു സൈസിൽ നമുക്ക് ഇതിൻ്റെ ഒരു പുറകുവശത്ത് ഈ ഒരു സൈസിൽ നമുക്ക് ഹോൾഡാക്കി എടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു സൈസിൽ നമുക്ക് ഹോൾഡാക്കി എടുക്കണം. ഇതേപോലെ നമുക്ക് വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലത്തെ ഒരു പേപ്പർ കട്ടറാണ്. ഇതേപോലെ പേപ്പർ കട്ടർ ഇങ്ങനെ വെച്ച് കറക്കി കൊടുത്താൽ ഹോൾഡാക്കി എടുക്കുക. അല്ലെങ്കിൽ ഏതാ എളുപ്പ വഴി അത് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഹോൾഡാക്കി എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് ഹോൾഡാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് ഒരുക്കി നമുക്ക് അഴിച്ച് കളയാം. അതിനുശേഷം നമുക്ക് ഇത് അതേപോലെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലസ് ക്യൂക്കാണ്. അതായത് പ്ലസ് ക്യൂക്ക് നമ്മൾ മോട്ടറിൻ്റെ സൈഡിലൊക്കെ ആക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ബേസ്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. പിന്നെ നമുക്ക് നേരത്തെ ഒട്ടിച്ച് അതും എടുത്തതിന് ശേഷം നമ്മുടെ വിക്സിൻ്റെ മൂടീനെക്കാട്ടും കുറച്ചൊരു ഡിഫറൻസിലുള്ള സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് ചെറുത് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമുക്ക് കറക്കേണ്ടതാണ്. ഒരു ഫാന് പോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കറക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സിസറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക അത് ചെയ്യാം. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ നമ്മളിതാ ഒരു ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പ്ലസ് ഷേപ്പിൽ മാർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഹോളിൻ്റെ ലെങ്ത്ത് എങ്ങനെ അളക്കാമെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു റീഫില്ലർ കടക്കാൻ പാകത്തിലായിരിക്കണം നമ്മൾ ഹോൾ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ കറക്റ്റായി പിന്നെ നമ്മൾ പ്ലസ് ഷേപ്പിൽ മാർക്കും ചെയ്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അതേ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. സൈസ് ഒരു 2 സെൻറ്റിമീറ്റർ അങ്ങനത്തെ മതിയാവും. അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. എങ്ങനെ ഒട്ടിക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടിക്കയറി ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് അത് ഓരോന്നോരോന്നായിട്ട് ഒട്ടിക്കുക. ഇതെങ്ങനെയാണ് ഒട്ടിക്കാന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് ഒട്ടിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. അപ്പോൾ നമ്മളിത് നല്ലതായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അതായത് ഇതും ഇതിൻ്റെ പാരലൽ, അതേപോലെ തന്നെ ഇതും അതിൻ്റെ പാരലൽ. ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഒട്ടിക്കുക. ഈ ഹോൾ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ നല്ല രീതിക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു റീഫില്ലറാണ്. ഈ ഒരു ഷേപ്പിൽ ഈ ഒരു സൈസിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ഈ റീഫില്ലർ ചെറിയൊരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങളെ ഒരു വിക്സിൻ്റെ ബോട്ടിലിൻ്റെ സൈസായിരിക്കും. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഹോളിൽ നമുക്കിത് കയറ്റിയിട്ട് നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് പ്ലസ് ക്യൂക്ക് യൂസ് ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്ലൂ ഗൺ കൊണ്ടാണ് ഒട്ടിച്ചുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇളകി പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂ ഗൺ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിത് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഫ്രീ ആയിട്ട് കറങ്ങണം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് നല്ല ഫ്രീ ആയിട്ട് തന്നെ കറങ്ങണം. അപ്പോൾ നമ്മളിതാ നല്ല ഫ്രീ ആയിട്ട് തന്നെ ഇത് കറങ്ങുന്നുണ്ട്. നമുക്കിതിൻ്റെ ക്യാപ്പ് എടുക്കാം. അപ്പോൾ നമ്മളിതാ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാപ്പ് ഇതിലേക്ക് അടച്ചു കൊടുക്കാം. അടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ക്യാപ്പിലേക്ക് തട്ടാൻ പാടില്ല. നമ്മളുണ്ടാക്കിയത് ഇത് കറക്റ്റായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, ഞങ്ങൾ കറക്റ്റായിട്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും നമുക്ക് ജസ്റ്റ് ഒരു ഹോൾ ഇടണം. ഹോൾ ഇടുന്ന അളവെന്ന് വെച്ചാൽ ഒന്നിക്കൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ട്യൂബ് യൂസ് ചെയ്യാം. ഇതേപോലെ നിങ്ങൾക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ട്യൂബ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലത്തെ സ്കെച്ച് പെൻ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സ്കെച്ച് പെന്നാണ്. ഈ മൂടിയും ഇതിൻ്റെ ബാക്ക് വശവും അയച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഇത് നമുക്കൊരു പൈപ്പായിട്ട് നമുക്ക് ഇതിന് പകരമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്യാൻ പാടില്ല. അതായത് നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്ത് എത്ര വേണമെങ്കിലും നമുക്ക് വലുതാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. കാരണം അല്ല എന്ന് വെച്ചാൽ ഇത് വേസ്റ്റായിട്ട് നമ്മൾ കളയുകയും ചെയ്യും. ഇതിൻ്റെ സൈസ് മഷിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ വേസ്റ്റായിട്ട് കളയും. ശേഷം നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതായത് ആ തെമ്പ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ആ ഒരു സൈസിൽ നമുക്ക് ഇവിടെ എങ്ങനെയും, അതായത് ആ ഒരു സൈസിൽ നമുക്ക് ഇവിടെ എങ്ങനെയും ഇവിടെ എങ്ങനെ വെച്ചതിന് ശേഷം അവിടെ എങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കി എടുക്കണം. അതേപോലെ തന്നെ നമ്മൾ അത് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ നമ്മളൊരു പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം
നമുക്കൊരു ഹോൾഡ്, അതായത് അതിൻ്റെ ടോപ്പിലും സൈഡിലുമാണ് നമ്മൾ ഹോൾഡാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഹോൾഡാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റുമോ എന്നെല്ലാം നോക്കുക. അതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ടോപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ശേഷം അത് കഴിച്ചതിന് ശേഷം നമുക്കത് ഒട്ടിച്ചെടുക്കണം, അതായത് ആ ഒരു ടോപ്പും അതുമായിട്ട് നന്നായി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതാ ഒട്ടിച്ചെടുത്തതാണ്. ഇപ്പോൾ നമ്മളിതാ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേലെ, അതായത് ആ സൈഡിലുള്ള ഹോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹോൾ ഉണ്ടാക്കുമ്പോൾ ഇത് ഓവർ അതിൻ്റെ ഉള്ളിലേക്ക് കറക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ലീഫ് കറങ്ങില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ 2 ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് വെക്കും, കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കറക്റ്റ് രീതിയിൽ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് രണ്ടും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കുക. അതിന് ശേഷം നമുക്ക് വാട്ടർ ലീക്കേജ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു പശ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാം. ഫസ്റ്റ് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഒട്ടിക്കാം. അപ്പോൾ നമ്മളിത് 2 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാട്ടർ ലീക്കേജോ അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് എയർ ടൈറ്റായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ചെറുതാക്കിയിട്ടുണ്ട്, കാരണം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വലുതാകുമ്പോൾ കുറച്ചൊരു പ്രയാസം തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ചെറുതാക്കിയിട്ടുള്ളത്. ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗ്ലൂ ഗൺ കൊണ്ട്, യാതൊരു ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു പാത്രം എടുക്കാം. ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒന്നൊരു എയർ കടക്കാനും, അതേപോലെ തന്നെ ഒന്ന് അതിൻ്റെ ഒരു സെൻറ്ററിലത്തെ പോർഷൻ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കാനുമാണ്. അതിനുശേഷം നമുക്കൊരു സ്വിച്ച് എടുക്കാം. പിന്നെ വേണ്ടത് ഇത് അതേപോലത്തെ ഒരു ഫീമെയിൽ പോർട്ടാണ്, അതായത് നമ്മുടെ ചാർജറിൻ്റെ എല്ലാം ഒരു ഫീമെയിൽ പോർട്ട്. നമ്മൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ബാറ്ററിയിലും കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് നോക്കാം. ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് നമുക്ക് അറിയണ്ടേ, അതൊക്കെ ഒന്ന് അറിയാം. ആദ്യമായിട്ട് നമുക്ക് മോട്ടറിന് ഡയറക്റ്റായിട്ട് സ്വിച്ചിലേക്ക് കൊടുക്കാം. ഡയറക്റ്റായിട്ട് ഇത് സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മോട്ടറിൻ്റെ അടുത്ത് നേരെ ഫീമെയിൽ പോർട്ടിലോ അല്ലെങ്കിൽ ബാറ്ററിയിലേക്കോ കൊടുത്തതിന് ശേഷം ആ ബാറ്ററീൻ്റെ ഇതിലേക്ക് കൊടുക്കുക, സാധാരണ സ്വിച്ച് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ. അതിനുശേഷം നമുക്ക് ഫീമെയിൽ പോർട്ട് നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ നമ്മളിതാ കറക്റ്റായിട്ട് വെള്ളം വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ വാട്ടർ പമ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, മോട്ടറിൻ്റെ പവർ കൂടുന്നതിനനുസരിച്ച് ഈ ഇവിടെ വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടും. പവറുള്ള ഫോഴ്സ് കൂടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കാം. ഞാൻ ഇവിടെ വ്യത്യസ്തമായ വീഡിയോസ് ഇനി അടുത്ത ആഴ്ച കാണാൻ മതി. ബൈ.